നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഇതൊരു കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇതൊരു ഫോറിൻ റെസിപ്പിയാണ്. അതിനകത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് കുഴക്കാൻ എടുത്തിരിക്കുന്നത്. ഈ മെക്സിക്കൻ ടാക്കോസ് ഉണ്ടാക്കുന്നത് സാധാരണ മൈദ കൊണ്ടാണ്. നമ്മളിതിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ അളവിൽ തന്നെ എടുത്തിട്ട് നമ്മളിത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്പം എണ്ണ പുറമേ ഒന്ന് തൂത്തിട്ട് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് കോരാം. ഇനി ഇതേ പാനിലേക്ക് 10-15 ഉണക്കമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ എരിവനുസരിച്ച് വേണം മുളക് എടുക്കാൻ. മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഫില്ലിങ്ങിനായിട്ട് മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുളകൊന്ന് കൈകൊണ്ട് ഞെരടി പൊടിച്ചെടുക്കാം. ഇത് മിക്സി പൊടിക്കേണ്ട ആവശ്യമില്ല, കൂടുതലങ്ങ് പൊടിഞ്ഞു പോകും. ഇത്രയും മതിയാവും. പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മാവിനകത്ത് ഉപ്പ് ചേർത്ത് കുഴച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും കൂടെ പൊടിച്ച് ഇതിൻ്റെ ഒപ്പം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതിന് ടാക്കോ ഷീറ്റ് അല്ലെങ്കിൽ ടാക്കോ ഷെല്ലെന്ന് പറയും കേട്ടോ. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട്, ഇത് മൈദ കൊണ്ട്. അപ്പം ഗോതമ്പ് പൊടിക്ക് കുഴച്ച അതേ അളവിൽ തന്നെ മൈദയും മറ്റ് സാധനങ്ങളും എടുത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പകുതി വേവിച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് ഈ ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഇതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ മൈദ കൊണ്ടുള്ളത് നമുക്കൊന്ന് പകുതി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടാക്കോ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചില്ലി സോസാണ്. ഇപ്പോൾ ചില്ലി സോസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ചീസ്, ഉരുളക്കിഴങ്ങ് മിക്സ്. ഇനി നമുക്ക് ഈ ടാക്കോ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് സോസ് തേക്കാം. പിന്നെ ഗ്രേറ്റ് ചെയ്ത ചീസ് വിതറാം. അതിനുശേഷം ഈ ചീസിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് വെക്കാം. ഈ ഉരുളക്കിഴങ്ങ്, ചീസ്, സോസ് ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് വെക്കണേ. എന്നിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മൈദ കൊണ്ടുള്ളതും ചെയ്യാം. ആദ്യം സോസ് തേക്കാം, പിന്നെ ചീസ് ഇടാം. ഇനി ഉരുളക്കിഴങ്ങും കൂടെ വെച്ചിട്ട് ഇത് മടക്കി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ തേക്കാം. ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ചേർക്കാം. എന്നിട്ട് ഗോതമ്പിൻ്റെയും മൈദയുടെയും ടാക്കോസ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിടാം. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതിൻ്റെ ഈ ഭാഗം കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എണ്ണയൊന്ന് തേച്ച് കൊടുക്കണേ. നമ്മുടെ ടാക്കോസൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും നമ്മുടെ ചപ്പാത്തി ഉരുളക്കിഴങ്ങും എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചീസും സോസും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ മെക്സിക്കൻ ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനും നല്ലതാണ്. സമയമുള്ളപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്